തുഞ്ചൻ പറമ്പിൽ അതിൻ്റെ ചുമതലയുള്ള സമയത്ത് എന്നോടാണ് സ്കെച്ചുകൾ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ തുഞ്ചൻ പറമ്പിൽ പോയി താമസിച്ച് വരച്ചിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും എന്നെ വളരെ വിളിക്കും. എന്നോട് വളരെ എന്നെ കണ്ടാൽ കയ്യെല്ലാം തന്നിങ്ങനെ ചുമലെല്ലാം ഇങ്ങനെ തട്ടും. എന്നെ കണ്ടാൽ ഞാൻ അടുത്ത് ഒന്നും പറയില്ല. എൻ്റെ മകളെ കല്യാണത്തിന് വന്ന് 1 മണിക്കൂറാണ് കല്യാണത്തിന് വന്നിരുന്നത്. എപ്പോഴും കണ്ടാൽ ചോദിക്കും, മകളെ സുഖം തന്നെയല്ലേ ഞാൻ ചോദിക്കും. ഈ വാക്കുകളിൽ വല്ലാത്ത പിശുക്കുണ്ടായിരുന്നു. വളരെ പിശുക്ക. പക്ഷെ പറയുന്നത് നമ്മളോടെല്ലാം ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോടു കൂടിയാണ് എന്നോടെല്ലാം പറയുന്നത്. ജീവിതത്തിൻ്റെ ഈ നമ്പൂതിരിയെ കുറിച്ചിട്ടും എസ് നായരെ കുറിച്ചിട്ടും വളരെ 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 ആരും അറിയാത്ത കാര്യം എന്നോട് MT പറഞ്ഞിട്ടുണ്ട്. അവരുടെ പഴയകാല ദാരിദ്ര്യ ജീവിതം, അവർ പിന്നീടുള്ള ASൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷമുള്ള അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് MTനെ വിളിച്ച സമയത്ത് MT ഭാര്യ ASൻ്റെ ഭാര്യ മരിച്ചിട്ട് MTനോടാണ് മദ്രാസിൽ നിന്ന് മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്നത്, വൈഫിന് എന്ത് ചെയ്യണം, AS വരുന്നില്ല. അപ്പം ASൻ്റെ ഭാര്യ മരിച്ചിട്ട് എന്നോട് ചോദിക്കുക, ഈ വൈഫിനെ എന്ത് ചെയ്യണം. ഞാൻ എന്താ ചെയ്യാം? ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഏതോ അജ്ഞാതമായ സ്ഥലത്ത് അവരെ മറവ് ചെയ്തിട്ടുണ്ടാവാം എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, സാർ എന്തെങ്കിലും ഒരു നാട്ടിൽ ജനത്തിനൊരു അറിയണ്ടേ? ഒരിക്കലും ഞാൻ പറയില്ല. ഹൃദയബന്ധമുള്ളവരോട് ഇത്തരത്തിൽ വലിയ തോതിൽ തുറന്ന് സംസാരിക്കും. എന്നെ ഇങ്ങനെ ചുമലെല്ലാം കയ്യെല്ലാം വെച്ചിട്ടാണ് പറയുന്നത്. എന്താ പറയാ, ഭയങ്കരമായിട്ട് എത്ര തിരക്കിൻ്റെ ഇടയിൽ ഒന്ന് നോക്കിയാൽ എന്നോടൊരു വിഷയമുണ്ട്. എന്നെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി കക്കാടിൻ്റെ മകൻ ശ്യാം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനത്തിന് MTയും പിന്നെ MGS കൂടിയാണ് വന്നത്. ഈ MTയുടെ കഥാപാത്രങ്ങൾ വരയ്ക്കുമ്പോൾ പക്ഷേ എന്തുണ്ടായാലും ഇപ്പോഴും MT എന്ന് പറയുമ്പോൾ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയാണ്, എങ്ങനെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എത്തും. ഞങ്ങൾ പറയായിരുന്നു ഇപ്പോൾ MTയെ കുറിച്ച് പറയാനും MTയുടെ ശ്രീധരൻപിള്ള സാർ വരുന്നത്, ഗോവ ഗവർണർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. MTയുടെ സിതാരയിലേക്കാണ് വരുന്നത്. MTയുടെ വീട്ടിലേക്ക് ഗേറ്റ് പാസ് ഇല്ലാതെ കടന്നു വരാൻ പറ്റുന്ന മറ്റൊരാളാണ് ശ്രീധരൻപിള്ള സാർ. പലർക്കും ഈ വീട്ടിനകത്തേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലിടമുള്ള, ഇപ്പോൾ നേരത്തെ മദന സാറ് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലിടമുള്ളവർക്ക് മാത്രമേ കോളിംഗ് ബെല്ല് അടിക്കാതെ അകത്ത് കിടക്കാൻ അനുവാദമുള്ളൂ. അങ്ങനെ കോളിംഗ് ബെല്ല് അടിക്കാതെ അകത്ത് കിടക്കാൻ അനുവാദമുള്ള മറ്റൊരാൾ കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ അയൽവാസി കൂടിയാണ്. അടുത്ത എനിക്ക് തോന്നുന്നു അദ്ദേഹം കണ്ട ശേഷം പ്രതികരിക്കുമായിരിക്കും. അകത്ത് കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും. തീർച്ചയായിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ, ശ്രീ മദനം പറഞ്ഞതുപോലെ, ചുരുങ്ങിയ മനുഷ്യരോട് ചുരുങ്ങിയ വാക്കുകൾ, എന്നാൽ കടൽ പോലുള്ള സ്നേഹം പ്രകടിപ്പിച്ചാണ് കടന്നു പോകുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ വളരെ കുറച്ച് ആളുകളെ നമുക്ക് ചുറ്റുമുള്ളൂ. അനാവശ്യമായി കഥാപാത്രത്തിലോ കഥയിലോ പറയാത്തതുപോലെ ജീവിതത്തിലും പറഞ്ഞിട്ടില്ല, അല്ലേ? ഭംഗി വാക്ക് അല്ല, അനാവശ്യമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊന്നുമില്ല. മദൻ്റെ സ്കെച്ചുകളിൽ ഈ ഔട്ട്ഡോർ സ്കെച്ചുകളാണ് മദൻ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് എന്ന് പലരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ASനെല്ലാം പ്രകൃതി ആണല്ലോ. എനിക്ക് ഈ ഔട്ട്ഡോർ സ്കെച്ചുകൾ, ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങൾ അതിന് മദനൻ പറ്റിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ASനെ വിളിച്ചിട്ടാണല്ലോ ഞാൻ അതിൽ എത്തുന്നത്. AS ആണല്ലോ എന്നെ ക്ഷണിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഒന്നിച്ച് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ സംതൃപ്തി തോന്നിയത് ഏത് വരയ്ക്കായിരിക്കും, അല്ലെങ്കിൽ ഏത് കഥ കഴിയുമ്പോഴാണ്? അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇതൊക്കെ എവിടുന്നാണ് ഇതെല്ലാം നോക്കുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. അദ്ദേഹം ഇത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്ക്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അങ്ങ് ചെല്ലുമ്പോൾ മകന് ശരി ഇരിക്കും. തുഞ്ചൻ പറമ്പിലെല്ലാം പോയ സമയത്ത് അവിടുത്തെ ഫംഗ്ഷൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. തുഞ്ചൻ പറമ്പിൻ്റെ ഒരു വർഷത്തെ ഫംഗ്ഷന് ചടങ്ങിൽ എന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ MT ഇരിക്കുമ്പോൾ പിന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ തുഞ്ചൻ പറമ്പിലെ കുട്ടികൾക്ക് വേണ്ടി അവിടെ കുറച്ച് കുട്ടികളുണ്ട്, അവർക്കൊരു ഡ്രോയിങ്ങിൻ്റെ ക്ലാസ് പോലെ മദനൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. ആ ക്ലാസ്സിൽ MT വന്നിരുന്ന് കുട്ടികളെ പോലെ ഇരുന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ MT ഇത് ചിന്തിക്കാൻ പറ്റും. MTയുടെ കാലശേഷവും MTയെ കുറിച്ച് പറയാൻ നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പം എന്താണ് MTയെ കുറിച്ച് പറയുക? കാര്യം ഒന്നൊഴിയാതെ എല്ലാ കഥകളും വായിച്ചു തീർത്തിട്ടുണ്ട്, ഒന്നൊഴിയാതെ എല്ലാ നോവലുകളും വായിച്ചു തീർത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വായിക്കാൻ വിട്ടുപോയത് 1-2 ഉപന്യാസങ്ങൾ മാത്രമാണ്, ചില യാത്രാവിവരണങ്ങൾ ഒഴിച്ചു നിർത്തിയത്. ബാക്കിയെല്ലാം വായിച്ചു തീർത്തിട്ടുണ്ട്, സിനിമകൾ കണ്ടു തീർത്തിട്ടുണ്ട്. ഇവിടെ സിതാരയിൽ വരാൻ പിന്നെ ഞാൻ ഇവിടുത്തെ
MTയുടെ ജ്യേഷ്ഠൻ്റെ മകനുണ്ടല്ലോ, അദ്ദേഹത്തിനൊന്ന് വിളിക്കും. അപ്പോൾ മദനം വന്നോളൂ എന്ന് പറയും. സരസ്വതി ടീച്ചറാണെങ്കിൽ ഒന്നും പറയില്ല, മദനൊക്കെ ആയിരിക്കും എന്ന് പറയും. പിന്നെ മദനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വന്നിരിക്കും, ഞാനുമായിട്ട് സംസാരിച്ചിട്ട് ഇരിക്കും. ഞങ്ങളായിട്ട് അന്നേരം ഒരു തരത്തിലും പിന്നെ ഒരു മുഖം ചുളിച്ചിട്ട് എന്നോട് കാണിച്ചില്ല. അതിൻ്റെ ഒരു വലിയ ഇതാണ്. ഇപ്പോഴും ഞാൻ തീരെ വയ്യായിരിക്കുമ്പോൾ ഞാൻ മകളെ വിളിച്ച് ചോദിച്ചു, ഒന്ന് വന്ന് ജസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഈ ഗുളികയുടെ ചെറിയ ഇതുണ്ട്, മയക്കത്തിലാണ് മദനൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ വിട്ട്. സരസ്വതി ടീച്ചർക്കും എന്നോട് ഒന്നുമില്ല. മദനൻ വന്നെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷത്തില്ല. അങ്ങനെ വീണ്ടും ഞങ്ങൾ അത്ര വളരെ ചുരുക്കം. ഇവിടെ സരസ്വതി ടീച്ചറൊന്നും ഒരു ഒറ്റയാളെ അങ്ങോട്ട് അടുപ്പിക്കൂല. വളരെ സ്ട്രിക്റ്റാ, MTനെ കട്ടി സ്ട്രിക്റ്റാ ടീച്ചർ. നിഷ്കർഷം ഉണ്ടായിരുന്നു. ആരാധക വൃന്ദത്തിന്റെ ഒരു ബഹളമൊന്നും അദ്ദേഹം ആഗ്രഹിച്ചിട്ടേ ഇല്ല. എപ്പോഴെങ്കിലും അതിന് തോന്നിയിട്ടുണ്ടോ? നമ്മൾ കഥയിലൂടെ കടന്നു വരുമ്പോഴാണെങ്കിലും വല്ലാതെ ആൾക്കൂട്ടവും പ്രശസ്തിയും എല്ലാ പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്. ജ്ഞാനപീഠ ഭൂഷൺ, വയലാർ അവാർഡ്. എനിക്കൊന്ന് ആദ്യം ഈ കേരള സാഹിത്യ അവാർഡ് 4 കിട്ടും. അത് അദ്ദേഹത്തിന് സ്വന്തമാക്കുന്നത് 26ാമത്തെ വയസ്സിലാണ്. അപ്പൊ അവിടെ മുതൽ ഇങ്ങോട്ട് എല്ലാ പുരസ്കാരങ്ങളും അല്ലെ, എല്ലാ പുരസ്കാരങ്ങളും കിട്ടി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ കാലത്തിന് കിട്ടുന്നു, വയലാർ അവാർഡ് കിട്ടുന്നു, 2ാം ഊഴത്തിന്, പിന്നീട് ജ്ഞാനപീഠം കിട്ടുന്നു. ഈ പുരസ്കാരങ്ങളൊക്കെ കിട്ടുമ്പോഴും ആ പുരസ്കാരങ്ങളിൽ നിന്നൊക്കെ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊരു ചെറു പുഞ്ചിരിയിലോ 1-2 വാക്കുകളിലോ ഒതുക്കി തീർക്കലാണ് പതിവ് അല്ലേ? സാഹിത്യകാരൻ്റെ മുമ്പിലല്ലേ ഞാൻ ഇരിക്കുന്നതെന്നാണ് ഇങ്ങനെ വളരെ ചെറുതായി എനിക്ക് മനസ്സിൽ തോന്നുക. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴെല്ലാം കയ്യിലും എന്തൊരു ഇതാണ് നമ്മൾക്ക്. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്താ വെച്ചാൽ, മാതൃഭൂമി എന്നുള്ള ഒരു അഡ്രസ്സോ കാര്യങ്ങളല്ല. അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് ഒരു വ്യക്തി എങ്ങനെയാണ് പെരുമാറുന്നത്. മനുഷ്യ മനസ്സിന്റെ സ്നേഹം കാണുന്നുണ്ട് അദ്ദേഹം. അതിനൊരു കള്ളത്തരമില്ലാത്തൊരു മനുഷ്യനാണെന്ന് അദ്ദേഹം എങ്ങനെയോ പിന്നെ നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. ഇവൻ മറ്റു തരത്തിലുള്ള ജീവിയല്ല. മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് കുറിപ്പിലും മമ്മൂട്ടി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അദ്ദേഹത്തിന്റെ വലിയ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ളതല്ല, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു ഇടം കിട്ടി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ നിമിഷത്തിൽ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ദൃശ്യങ്ങൾ കൊടുത്തതാണ്. ഇങ്ങനെ മമ്മൂട്ടിയുടെ ചുമലിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു MT ഉണ്ട്. അത് ഇന്നലെ മമ്മൂട്ടി ഓർമ്മിക്കുന്നുണ്ട്. ചുമലിൽ ഇങ്ങനെ 2 കൈയും വെച്ചിട്ടാണ് പിന്നെ ASൻ്റെ നമ്പൂതിരി ജീവചരിത്രം എന്നോട് പറയുന്നത്. ഞാൻ പറഞ്ഞു, സാർ എന്തായാലും ഒരു പേര് മലയാളികൾ അറിയണ്ടേ, ഇത്രയും വലിയ നമ്മുടെ മലയാളത്തിൻ്റെ ഒരു പ്രതിഭകളായിട്ടുള്ള കലാകാരൻ. അതിന് ഞാനൊരു അക്ഷരം എഴുതില്ല എന്ന് പറഞ്ഞു. അതാണ് ഒരു മനുഷ്യനെ വേദനിപ്പിക്കാത്ത തരത്തിലുള്ള ജീവിതമുണ്ട്. ഒരു വാക്ക് മദൻ മിക്കവാറും എല്ലാ കഥാപാത്രങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ടാവുമല്ലോ അല്ലേ? എല്ലാ കഥയിലെയും നോവലിലൂടെ ഒക്കെ കടന്നിട്ടുണ്ടാവുമല്ലോ. MDയെ രേഖപ്പെടുത്തിയത് മുഴുവൻ ആ കഥാപാത്രങ്ങളിലൂടെ ആയിരിക്കുമല്ലോ. ഇപ്പോൾ അപ്പുണ്ണി മുതൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വാരണാസിയിലെ സുധാകരൻ വരെ എത്തി നിൽക്കുന്നൊരു ദീർഘമായ കാലപ്രപഞ്ചമുണ്ട്. അപ്പം അതിൽ സേതുണ്ട്, അതിൽ ഈ പറയുന്ന വേലായുധൻകുട്ടിയുണ്ട്, ഗോവിന്ദൻകുട്ടിയുണ്ട്. അപ്പോൾ ഈ കഥാപാത്രങ്ങൾ MDയുടെ ലൈഫ് സ്കെച്ച് അഥവാ ജീവചരിത്രം എന്ന് പറയുന്നത് MDയുടെ കഥകളും നോവലുകളുമാണ്. അങ്ങനെ വായിച്ചെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും വായിച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ വരുന്ന തരത്തിൽ MTനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അത് എങ്ങനെയായിരിക്കണം ഓരോ ഈ തിരക്കഥകൾ എഴുതിയത്, സിനിമാ കഥകൾ എഴുതിയത്. ഒന്നിനൊന്ന് ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു തിരക്കഥകൾ ഉണ്ടാവില്ല. എല്ലാം നാഷണൽ അവാർഡാണ്. അദ്ദേഹം കഥകളിനെ കുറിച്ചിട്ട് നല്ല അവഗാഹമുണ്ട്. കലകളെ കുറിച്ചിട്ട് എല്ലാ പെയിൻറ്റേഴ്സിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. ഞാൻ പറയാൻ പേടിച്ചിട്ട് വേറെ ആളെ കൊണ്ട് പറയിപ്പിച്ചു, മദനൊന്ന് ഇരുന്ന് സാറിനൊന്ന് വരച്ചോട്ടെ എന്ന്. അതിൽ മദനം സാധാരണ കുറേ വരക്കുന്നതല്ലേ എന്ന് ഞാൻ വരച്ചിട്ടുണ്ട് എനിക്കങ്ങനെ വരയ്ക്കാനൊരു അവസരം ഈശ്വരൻ തന്നിട്ടുണ്ട്. MTനെ പലതരത്തിലും വരച്ചിട്ടുണ്ട്. താങ്ക് യു ശ്രീ മദൻ. താങ്ക് യു. മദൻ ഓർമ്മിച്ചെടുത്തത് മദൻ വരച്ച MTയുടെ കഥാപാത്രങ്ങളിലൂടെ, ആ കഥകളിലൂടെ നമ്മൾക്ക് MT ഓർമ്മിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നാണ്. അങ്ങനെ മദനെ പോലെ വളരെ കുറച്ച് മനുഷ്യർക്ക് മാത്രമേ ആ ഹൃദയത്തിലേക്ക് ഇടം നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ആ ഇടം കിട്ടിയ മനുഷ്യരെല്ലാം ഭാഗ്യവാന്മാരാണ് എന്നാണ് സ്വയം അടയാളപ്പെടുത്തുന്നത്. അത് മമ്മൂട്ടിയാണെങ്കിലും ശരി, മദനാണെങ്കിലും ശരി, MTക്കൊപ്പം ജീവിച്ചവരാണെങ്കിലും ശരി, MT അടുത്തറിഞ്ഞവരാണെങ്കിലും ശരി, അദ്ദേഹത്തോട് സംസാരിക്കുക, ഒരു പുഞ്ചിരിയോടുകൂടി തോളത്തൊരു വിരൽ സ്പർശം ഉണ്ടാവുക, അത്രമേൽ ധന്യമായ ജീവിതം എന്ന് കരുതുന്ന മനുഷ്യരാണ്. അത് MTയുടെ കഥാപാത്രങ്ങളോട്, MTയുടെ കഥയോട്, MTയുടെ സർഗശേഷിയോട് നമ്മൾ കാണിക്കുന്ന ഒരു ബഹുമാനവും ആദരവും കൂടിയാണ്.